നമസ്കാരം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം അതിൻ്റെ ഭീമാകാരമായ വലിപ്പം കൊണ്ടും ഉപഗ്രഹങ്ങളുടെ എണ്ണം കൊണ്ടും മാത്രമല്ല, അന്തരീക്ഷത്തിലെ വിസ്മയകരമായ പ്രതിഭാസങ്ങൾ കൊണ്ടും എക്കാലത്തും ശാസ്ത്രലോകത്തെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. നൂറ്റാണ്ടുകളായി അടങ്ങാതെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളുടെ കേന്ദ്രമാണ് വ്യാഴം. എന്നാൽ ഈ ഭീമൻ ഗ്രഹത്തിൽ നിന്ന് നടക്കുന്ന കൊടുങ്കാറ്റുകൾ വെറുമൊരു അന്തരീക്ഷ ചലനം മാത്രമല്ല എന്നും അവ ഭൂമിയിൽ നിന്നും നാം കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് മാരകമായ മിന്നൽ പിണരുകൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളത് ആണ് എന്നുമാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നാസയുടെ ജൂണോ പേടകത്തിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ വിശകലനം ചെയ്ത കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് പിന്നിലെ രഹസ്യങ്ങൾ പുറത്തുവിട്ടത്. വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചില മിന്നലുകൾക്ക് ഭൂമിയിലെ ശരാശരി മിന്നലുകളേക്കാൾ 100 മടങ്ങ് വരെ ശക്തി ഉണ്ട് എന്നതാണ് ഇവരുടെ കണ്ടെത്തൽ. ചില സന്ദർഭങ്ങളിൽ ഇതിൻ്റെ തീവ്രത അതിലും എത്രയോ മുകളിലേക്ക് പോയേക്കാമെന്നും ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. അഡ്വാൻസസ് എന്ന പ്രമുഖ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം പ്രപഞ്ചത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഭൂമിയിലെയും മറ്റ് ഗ്രഹങ്ങളിലെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും കൊടുങ്കാറ്റുകളെയും കുറിച്ച് പഠിക്കുന്നത് ഭൂമിയിലെ തന്നെ സങ്കീർണമായ പ്രകൃതി പ്രതിഭാസങ്ങളെ കൂടുതൽ കൃത്യതയോടെ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കും. ഭൂമിയിലെ മിന്നലുകളെക്കുറിച്ച് പോലും ഇനിയും പൂർണ്ണമായി അനാവരണം ചെയ്യപ്പെടാത്ത നിരവധി രഹസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ ഭൂമിയിലെ ഇടിമിന്നലുകളോട് അനുബന്ധിച്ച് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ രൂപപ്പെടുന്ന സ്പ്രൈറ്റുകൾ, ജെറ്റുകൾ, ഹാലോകൾ തുടങ്ങിയ വിചിത്രമായ പ്രകാശ പ്രതിഭാസങ്ങൾ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിരുന്നു. വ്യാഴത്തിലെ മിന്നലുകളെക്കുറിച്ചുള്ള പഠനം അവിടുത്തെ താപ സംവഹനം അഥവാ അന്തരീക്ഷത്തിലെ ചൂട് കടന്നു പോകുന്ന പ്രക്രിയയെക്കുറിച്ച് കൃത്യമായ ധാരണ നൽകുന്നുണ്ട്. ഭൂമിയിലെ അന്തരീക്ഷത്തിൽ പ്രധാനമായും നൈട്രജൻ വാതകമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ജലബാഷ്പത്തേക്കാൾ ഭാരമേറിയതായതുകൊണ്ട് ഭൂമിയിൽ ഈർപ്പമുള്ള വായു എളുപ്പത്തിൽ മുകളിലേക്ക് ഉയരുകയും ഇടിമിന്നലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ വാതകമാണ് കൂടുതലായിട്ടും ഉള്ളത്. ഹൈഡ്രജൻ വളരെ ഭാരം കുറഞ്ഞ വാതകമായതിനാൽ അവിടുത്തെ ഈർപ്പമുള്ള വായുവിന് ഭാരം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൽ വായു മുകളിലേക്ക് ഉയർന്ന് കൊടുങ്കാറ്റുകൾ രൂപപ്പെടാൻ വൻതോതിൽ ഊർജ്ജം ആവശ്യമാണ്. ഒരിക്കൽ വൻതോതിൽ ഊർജ്ജം സംഭരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രളയസമാനമായ കാറ്റായും മേഘങ്ങൾ തമ്മിലുള്ള അതിശക്തമായ മിന്നൽ പിണരുകളായും പുറന്തള്ളപ്പെടുന്നു. വ്യാഴത്തിന് സമീപത്തു കൂടെ കടന്നുപോയിട്ടുള്ള ഭൂരിഭാഗം ബഹിരാകാശ പേടകങ്ങളും അവിടെ മിന്നലുകൾ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രഹത്തിൻ്റെ ഇരുണ്ട ഭാഗത്ത് ഉണ്ടാകുന്ന ശക്തമായ പ്രകാശ തിളക്കങ്ങൾ ദൂരത്തു നിന്ന് പോലും എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആദ്യകാല ബഹിരാകാശ ദൗത്യങ്ങൾ വ്യാഴത്തിലെ ഏറ്റവും തിളക്കമുള്ള മിന്നലുകൾ മാത്രമാണ് നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ 2016 മുതൽ വ്യാഴത്തെ വലം വയ്ക്കുന്ന ജൂണോ പേടകത്തിലെ അത്യാധുനിക സ്റ്റാർ ട്രാക്കിംഗ് ക്യാമറകൾ ഭൂമിയിലെ മിന്നലുകളോട് സാമ്യമുള്ള ചെറിയ മിന്നൽ പിണരുകളും അവിടെ നിരന്തരമായി സംഭവിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. സാധാരണ ദൃശ്യപ്രകാശ ക്യാമറകൾ ഉപയോഗിച്ച് മിന്നലുകളുടെ യഥാർത്ഥ ശക്തി അളക്കുന്നതിന് വലിയൊരു തടസ്സമുണ്ട്. കാരണം വ്യാഴത്തിലെ കട്ടിയേറിയ മേഘക്കൂട്ടങ്ങൾ പലപ്പോഴും ഈ പ്രകാശത്തെ മറയ്ക്കാറുണ്ട്. എന്നാൽ ജൂണോയിലെ മൈക്രോവേവ് റേഡിയോമീറ്റർ എന്ന ഉപകരണം ഈ പ്രതിസന്ധി മറികടന്നു. മൈക്രോവേവ് തരംഗങ്ങൾക്ക് മേഘങ്ങളെ തുളച്ചു പോകാൻ സാധിക്കും എന്നതിനാൽ മിന്നലുകളുടെ യഥാർത്ഥ ഊർജ്ജം കൃത്യമായി അളക്കുവാൻ ഈ സംവിധാനത്തിന് കഴിയും. വ്യാഴത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭീമൻ മേഘവലയങ്ങളിൽ ഒരേ സമയം ഒട്ടനവധി കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുള്ളതിനാൽ ഏത് കൊടുങ്കാറ്റാണ് നിർദ്ദിഷ്ട മിന്നലുകൾ പുറപ്പെടുവിച്ചു എന്നത് കണ്ടെത്തുക ശാസ്ത്രജ്ഞർക്ക് കടുത്ത വെല്ലുവിളിയായിരുന്നു. എന്നാൽ 2021-22 വർഷങ്ങളിൽ വ്യാഴത്തിൻ്റെ നോർത്ത് ഇക്വറ്റോറിയൽ ബെൽറ്റിലെ കൊടുങ്കാറ്റുകളുടെ തീവ്രത താൽക്കാലികമായി കുറഞ്ഞത് ശാസ്ത്രജ്ഞർക്ക് വലിയൊരു അവസരമായി മാറി. ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയുടെയും ജൂണോ ക്യാമറകളുടെയും ഭൂമിയിലെ അമച്വർ ജ്യോതിശാസ്ത്രജ്ഞരുടെയും സഹായത്തോടെ ഒറ്റപ്പെട്ട ചില കൊടുങ്കാറ്റുകളെ കൃത്യമായി നിരീക്ഷിക്കുവാൻ ഗവേഷകർക്ക് കഴിഞ്ഞു. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതും ചുറ്റുമുള്ള മേഘങ്ങളുടെ ഘടനയെ പൂർണ്ണമായി മാറ്റാൻ ശേഷിയുള്ളതുമായ ഈ പ്രതിഭാസങ്ങളെ ശാസ്ത്രജ്ഞർ സ്റ്റെൽത്ത് സൂപ്പർ സ്റ്റോമുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ നിശബ്ദ കൊടുങ്കാറ്റുകളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കിയതിലൂടെ ജൂണോ പേടകത്തിന് അവയുടെ ഊർജ്ജം നേരിട്ട് അളക്കാൻ സാധിച്ചു. ഈ കാലയളവിൽ ജൂണോ ഇത്തരം കൊടുങ്കാറ്റുകൾക്ക് മുകളിലൂടെ 12 തവണ കടന്നു പോവുകയും 4 തവണ മിന്നലുകളിൽ നിന്നുള്ള മൈക്രോവേവ് തരംഗങ്ങൾ നേരിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു സെക്കൻഡിൽ ശരാശരി 3 മിന്നലുകൾ എന്ന തോതിലാണ് പേടകം വിവരങ്ങൾ ശേഖരിച്ചത്. ഒരു നിരീക്ഷണത്തിൽ മാത്രം 206 തരംഗ സ്പന്ദനങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ആകെ ലഭിച്ച 613 തരംഗങ്ങളിൽ ചിലത് ഭൂമിയിലെ മിന്നലുകളുടെ അത്രയും ശക്തിയുള്ളതാണെങ്കിൽ ഭൂരിഭാഗവും ഭൂമിയിലേതിനേക്കാൾ 100 മടങ്ങ് വരെ ശക്തമായിരുന്നു. വ്യാഴത്തിലെയും ഭൂമിയിലെയും റേഡിയോ തരംഗ ദൈർഘ്യങ്ങൾ വ്യത്യസ്തമായ അളവുകളിലാണ് രേഖപ്പെടുത്തിയത്. ഇതിനാൽ മുൻപത്തെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വ്യാഴത്തിൻ്റെ മിന്നലുകൾ ഭൂമിയിലേതിനേക്കാൾ 10 ലക്ഷം മടങ്ങ് വരെ ശക്തമായേക്കാം എന്നാണ്. ഭൂമിയിൽ ഒരു സാധാരണ മിന്നൽ പിണർ 1 ഗിഗാ ജൂൾ, അതായത് 1 ബില്യൺ ജൂൾസ് ഊർജ്ജമാണ് പുറത്തുവിടുന്നത്. ഇത് ഏതാണ്ട് 200ഓളം വീടുകൾക്ക്
1 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള വൈദ്യുതിക്ക് തുല്യമാണ്. എന്നാൽ വ്യാഴത്തിലെ ഒരു മിന്നൽ ഭൂമിയിലേതിനേക്കാൾ 500 മുതൽ 10,000 മടങ്ങ് വരെ കൂടുതൽ ഊർജ്ജം പുറത്തുവിടാൻ സാധ്യത ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഭൂമിയിലെ പോലെ തന്നെ വ്യാഴത്തിലും മേഘങ്ങളിലെ ജലകണങ്ങളും മഞ്ഞ് പരലുകളും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ തോതിലുള്ള വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് മിന്നൽ ഉണ്ടാകുന്നത്. ഭൂമിയിൽ കൊടുങ്കാറ്റുകൾ ആലിപ്പഴങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വ്യാഴത്തിൽ ജലവും അമോണിയം കലർന്ന മുഷ്ബോളുകൾ എന്നറിയപ്പെടുന്ന മഞ്ഞുപാളികളാണ് രൂപപ്പെടുന്നത്. വ്യാഴത്തിലെ കൊടുങ്കാറ്റുകൾക്ക് 100 കിലോമീറ്ററിലധികം ഉയരമുണ്ടാകും. ഇത് ഭൂമിയിലെ കൊടുങ്കാറ്റുകളുടെ ഉയരത്തേക്കാൾ 10 മടങ്ങ് കൂടുതലാണ്. അന്തരീക്ഷത്തിലെ ഈ വലിപ്പ കൂടുതലും ഹൈഡ്രജന്റെ സാന്നിധ്യവുമാണോ ഇത്രയും ശക്തമായ മിന്നലുകൾക്ക് കാരണം എന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു ശാസ്ത്ര സംഘം ഇപ്പോഴും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി വരികയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.